എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയർ തോരനാണ്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനെടുത്തത് 1 കപ്പ് വൻപയറാണ്. വൻപയർ കഴുകി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കണം. ആദ്യം വൻപയർ വേവിക്കാനായി ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് വൻപയർ ഇട്ട് പയർ വേകാൻ ആവശ്യമായ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി തേങ്ങ ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരികിയത്, 2 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, 5 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം ഇത്രയിട്ട് ചതച്ചെടുക്കുക. കുക്കർ നന്നായി തണുത്ത ശേഷം തുറന്ന് പയർ വെന്തോ എന്ന് നോക്കുക. വെന്തില്ലെങ്കിൽ അടച്ചു വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് 1 വിസിൽ കൂടി വരുന്നതുവരെ വേവിക്കുക. ചില പയർ വേകാൻ അല്പസമയം കൂടുതലെടുക്കും. ഇനി തോരൻ ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3 വറ്റൽമുളക്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് മൂപ്പിച്ച ശേഷം ചതച്ച തേങ്ങയിട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ വേവിച്ച വൻപയറിട്ട് ഇളക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുക. പിന്നെ വെള്ളനനവുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടി ഇളക്കി ഡ്രൈ ആക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത്.